ആഘോഷിക്കാനും ഉല്ലസിക്കാനും ഒരു അവസരം കിട്ടുമ്പോഴാണ് ജീവിതം കളർഫുൾ ആകുന്നത്. അങ്ങനെ ഒരു കളർഫുൾ ഓണമല്ലേ നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നത്? സ്വാഗതം ചെയ്യാം ഉല്ലാസ പൊൻതാരങ്ങൾ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ആശംസകൾ നേരുന്നു. ഉത്രാട ദിനമായിട്ട് ഇന്ന് എന്റെ കൂട്ടുകാരെ കുറച്ച് പേര് ഞാൻ വിളിച്ചിട്ടുണ്ട്. ആരാന്നല്ലേ? നിങ്ങളുടെ എന്നും സ്വീകരണ മുറികളിൽ എത്തുന്ന മിന്നും താരങ്ങളാണ്. അവരെ നമുക്കിവിടെ സ്വാഗതം ചെയ്യാം. കേറി വാടാ മക്കളെ, കേറി വാ. സന്തോഷ് ചേട്ടാ, മിഥുൻ, രേഖ ചേട്ടാ, നിഹാസ്, സിദ്ധു ചേച്ചി, സൗവർണിക, സുമി, അമൃത, ഹാപ്പി ഉത്രാടം. ഓ അടിപൊളി അടിപൊളി. എല്ലാരും നല്ല സുന്ദരനും സുന്ദരിയായിട്ടുണ്ട്. മക്കളെ എന്ന് പറഞ്ഞപ്പോഴേ എനിക്കും വന്നൊരു രോമാഞ്ച കഞ്ചുകം വന്നു. ഒരുപാട് കള്ളം പറയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കള്ളം പറയുന്നുണ്ട്. ഞാനോ? അത് മനസ്സിലായില്ലേ? സത്യമാണ്. നീ ചേട്ടാന്ന് വിളിച്ചു, നിന്റെ പ്രായം കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും നിന്നെ വിളിച്ചു, നിന്നെ ചേട്ടാന്ന് വിളിച്ചു. 17-37 നല്ല വ്യത്യാസമുണ്ട്. ഒത്തിരി സന്തോഷം ഞങ്ങളെയൊക്കെ വിളിച്ചതില്. താങ്ക് യു. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ വിളിച്ചപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ ഞാൻ ഒത്തിരി സ്നേഹത്തോടെയാ നിങ്ങളെ വിളിച്ചതെന്ന്? ആണ്. അതിന്റെ കൂടെ നിങ്ങൾക്കൊരു 8ന്റെ പണിയും കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒരുപാട് ടാസ്കും ഗെയിംസും ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ഒരുപാട് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും. ഒന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെയും പണിയോ? പിന്നെ പണിയെടുക്കണം. നാൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താ പോരെ? ഇങ്ങനെ പണിയാണോ ഇവിടെ വെച്ച്? തീർച്ചയായിട്ടും ഇവിടെ വെച്ച് എനിക്ക് അവസരം കിട്ടുള്ളൂ. തീർക്കുക. നമുക്കും കിട്ടും. അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്താന്ന് നമുക്കൊന്ന് നോക്കിയാലോ? എനിക്ക് പവർ ഉണ്ട്, മാജിക് പവർ. എങ്ങനെയുണ്ട്? ഇതിനകത്ത് നിങ്ങൾക്ക് തരാനുള്ള ടാസ്ക് ആണ് എന്ത് ടാസ്ക് ആണ് തരേണ്ടെന്നുള്ളത്. അപ്പൊ ഇതിന്ന് 2 പേര് എടുക്കുക, നിങ്ങളിൽ 2 പേര് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ടീം ഏതാന്ന് മനസ്സിലാവും. അതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗെയിം എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ. ഇവിടുന്ന് ആരാ എടുക്കുന്നേ? സന്തോഷട്ടെ. തുടങ്ങട്ടെ. ഗണപതിക്ക് ആദ്യം കൊടുക്കാലോ എന്ന് അതാ ഉദ്ദേശിച്ച. ഓക്കെ, ഇവിടുന്ന ചേച്ചി എടുക്കും. ഓക്കെ, ചേച്ചി ഒരാളും കൂടി എടുത്തോ. സുമി എടുക്കും. ഇനി ഇവിടെ ക്രമത്തിന് വരട്ടെ. ഞാനാണ് ഏറ്റവും ചെറുതാ, പോട്ട് കുഴപ്പമില്ല. എന്നെക്കാട്ടി മൂത്തത് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് അത് ഓപ്പൺ ചെയ്ത് നോക്കിയോളൂ. നിങ്ങളുടെ ടീം സിന്ധു ചേച്ചിയുടെ പേര് എഴുതിക്കുന്നത്. എന്റെ ഇതിൽ സിന്ധു ചേച്ചിയുടെ പേര്. ആ കൊച്ചിന്റെ പേരെന്താ? ആ കൊച്ചിന്റെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അമൃതനാണോ? ഇത്രയും പോപ്പുലർ അമൃതനാണെങ്കിൽ നീ തന്നെയാണ്. ആരാ അത്? പയർ വേണ്ട, വേറെ കൊടുക്ക്. പയർ വേണ്ട, നീ തന്നെ വേണ്ടെങ്കിൽ ഇറങ്ങി പോകണം. എനിക്ക് കുറവെന്താ? പയറാണെന്ന് കുറവളെ ഉള്ളൂ എന്ന് പറയും. പറ്റൂ. എനിക്ക് പറ്റൂല, വീട്ടിൽ പോണം. എനിക്ക് ദേവ ആണോ? അപ്പൊ ഓക്കെ. അപ്പം നിങ്ങള് നിങ്ങളുടെ പേരുമായിട്ട് ഒന്ന് തരം തിരിച്ച് നിർത്തിയാൽ കൊള്ളാമായിരുന്നു. തരംതിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോണോ? എങ്ങനെ അതായത് ഇപ്പൊ കിട്ടിയില്ലേ? പേരുകൾ മിക്സ് ചെയ്ത് നിൽക്കും. തരം തിരിച്ച് പോടി അവിടുന്ന്. ഇവളെന്നെ കൊല്ലുമിക്കോ. ഒന്ന് പോകൂ പ്ലീസ്. അപ്പൊ നിങ്ങളുടെ ടീം സെറ്റായി അല്ലേ? ഇനി അടുത്തത് അതിനകത്ത് ടാസ്കും കൂടി എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് വായിച്ചു പറയണം. സിന്ധു ഫ്രം പുളിയിഞ്ചി. സിന്ധു ഫ്രം പുളിയിഞ്ചി. നമുക്ക് പുളിയിഞ്ചി. അടിപൊളി. അടിപൊളി അടിപൊളി. അടിപൊളി. അപ്പൊ ഈ കുക്കിംഗ് നമുക്ക് ആദ്യം ഒരു ഗെയിം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് കുക്കിങ്ങിലോട്ട് പോകും. ഉണ്ണി അത് ഇങ്ങോട്ട് എടുക്കുക.
അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ കുക്കിംഗ് ടാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത്? അല്ല. പിന്നെ പേരുടെ അതെ അതെ അതെ. റീലെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതിയിരുന്നു അല്ലേ? ആ അപ്പൊ അറിയാം, ഞാൻ അതാ നോക്കിയത് എന്താ പറയത്തെ. സന്തോഷയുടെ റീല് എന്റെ റീൽ ഗുരുവാ. റീൽസ് പക്ഷേ എനിക്ക് റീൽ തോന്നുന്നു റീൽ കുറച്ചുകൂടി easy ആയിട്ടുള്ള മത്സരമുണ്ട്. പരിപാടിയല്ലേ? അതായത് നിങ്ങൾ പേരായിട്ട് ഒരു റീല് സ്വന്തമായിട്ട് ചെയ്യണം. അതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ റീൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കുറേയും കൂടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് റീൽസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ? നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. ഈസി അല്ല. അത് പ്രപ്പോസൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ള കണ്ടന്റ്. അതില് നിങ്ങളുടെ സ്വന്തം ഓൺ വോയിസിൽ വേണം നിങ്ങൾ ആ റീൽ ഞാൻ വിചാരിച്ച ലിപ്സിംഗ് കൊടുക്കാനായിരിക്കും. അങ്ങനെ സൂയിക്കാൻ ഞങ്ങൾ വിടില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നരകിച്ച് എല്ലാ ഗെയിമും ഓണത്തിന് വിളിച്ചു വരുത്തിയിട്ട് ദ്രോഹിക്കാം. പിന്നെ അല്ലാണ്ട് ഉത്രാടായിട്ട് എന്തെങ്കിലുമൊക്കെ തരണ്ടേ മോളൂ. അതെ. അപ്പൊ നമുക്ക് ഈ കുക്കിങ്ങും റീൽ മത്സരത്തിന് മുമ്പ് ഒരു അടിപൊളി മത്സരമുണ്ട്. ചെറിയൊരു ഗെയിമാണ്, നമുക്ക് അതങ്ങ് ചെയ്താലോ? ഗെയിം വേറെ ഒന്നുമല്ല, ആ ബലൂൺ കുത്തിപ്പൊട്ടിക്കണം. പറയുന്നതിന് കാള പറ്റെന്ന് പറയുന്നതിന് മുന്നേ കയറെടുക്കുന്ന സ്വഭാവം ഇനി മാറിയിട്ടില്ല. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ മൊത്തം 4 ടീമുണ്ട്. അതില് നിങ്ങൾ തീരുമാനിക്കണം, അതിൽ ഒരാളെ മത്സരിക്കാൻ പറ്റുള്ളൂ. അയാള് വേണം കണ്ണ് കെട്ടിയിട്ട് 30 സെക്കൻഡ് തരും, വന്ന് ബലൂൺ കുത്തിപ്പൊട്ടിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ടീമിന്ന് ഒരു ടീമിന്ന് ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുക്കാലോ, ഇങ്ങനെ അത് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഓപ്പോസിറ്റ് ടീമിനെ അവരെ തെറ്റിപ്പിക്കുകയും ചെയ്യാം. ഉള്ളോ? ആ ഒരു ബലൂൺ ആദ്യം ഒരാള് പൊട്ടിച്ച അവരായിരിക്കും വേറെ വെക്കുമല്ലോ. അല്ല വേറെ ഇല്ലല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആദ്യം മത്സരിക്കാൻ പോകുന്ന ആരെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് അവിടെ സന്തോഷേട്ടൻ റെഡിയാണോ? സന്തോഷമായിട്ടല്ല ചേച്ചിയാ. ചേച്ചി പോയാലേ ചേച്ചി വന്നാട്ടെ. തുണി വേണ്ട. എന്നാ ചേച്ചി പാ, കണ്ണ് കെട്ടാൻ ചേച്ചിയുടെ കെട്ടണമെന്നില്ല. സത്യസന്ധയാണ്, സന്തോഷിനെ അറിയാം. ചേച്ചിയുടെ കണ്ണ് കിട്ടരുതേ. ഇല്ല ഇല്ല, ടൈറ്റ് ആയില്ല. ഒരു മിനിറ്റ് ചെക്ക് നോക്കണേ. ചെക്ക് 2 5 4 സത്യമാണോ ഞാൻ പറഞ്ഞേ? അതാണ് എന്റെ മെഡിറ്റേഷൻ പവർ. മതി ഉടായ്പ കാണിക്കല്ലേ. പോ. റെഡിയല്ലേ? വണ്ടി ഒന്ന് കറക്കി വിടണം. വണ്ടി ഒന്ന് കറക്കി വിടണം. മാറുന്നുണ്ട്. തലക്ക് കടി കിട്ടും. പോട്ടെ, എങ്ങോട്ടെങ്കിലും പൊക്കോ. ഒരു മിനിറ്റ് ഇങ്ങോട്ട്. ആ ഓക്കെ. എവിടെ പോയാലും വരാണല്ലോ. എവിടെ കൊണ്ടുപോകണേ? ഇത് കണ്ണു കാണാത്ത അമ്മൂമ്മ വഴി കാട്ടി. അപ്പൊ ഇനി അടിച്ചോ. സന്തോഷം. കറക്റ്റ്. അടി. ഇനി അടുത്തത് ആരാ? ബലൂൺ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ ദേവസ്ഥാനം വരും. നമ്മൾ അവസാനം പറഞ്ഞോളൂ. ആണോ? എന്നാ നമ്മുടെ അവസാനല്ലേ അവൻ അർജുനനാ, അവൻ കറക്റ്റ് ആയിട്ട് അടിക്കും. പിടിക്കൂ. കമോൺ ദേവ, കമോൺ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ കറക്കി വിടുവേ. ഞാൻ കറക്കി വിടും. ഞാൻ കറക്കി വിടാമേ. നില്ല് അത് പറ്റത്തില്ല. ദേവ ഞാനിവിടെ ഉണ്ട്. ഇല്ല വാ, ഇങ്ങോട്ട് വാ. ഒരു രഹസ്യം പറയാണ്ട്. ഇനി എനിക്ക് രഹസ്യം പറയണ്ട. പോടാ, അതുവരെ എവിടെ പോണത്? ആ വഴി വെക്കും. അളിയൻ പൊക്കോളെ. ദേവ ഞാനിവിടെ ഉണ്ട്. ദേവ മാത്രമേ ശരിക്കല്ലേ മോനും താഴെ അടിക്കാവേ. നേരെ ഇന്ന് അടിക്കാവൂ. വലത്തോട്ട് പോട്ടെ. ലെഫ്റ്റ് വാ, ലെഫ്റ്റ് വാ.
അത് തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല. ഫ്രണ്ടിലോട്ട് പോ, കുറച്ചുകൂടി ഫ്രണ്ടിൽ പോ. ഒരു മിനിറ്റ് സമയമുള്ളൂ, ഒരു മിനിറ്റ് സമയമുള്ളൂ, ഒരു മിനിറ്റ് സമയമുള്ളൂ, ഒരു മിനിറ്റ് സമയമുള്ളൂ. പൊട്ടിച്ച് അവിടെ നല്ല ഉന്നമായിരുന്നു. ഇപ്പുറത്തുള്ള രണ്ട് ടീമും ഇനി ഇവിടെ അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഉണ്ണി പിടിക്കുക. വേണ്ട വേണ്ട കേട്ടോ. ഇവനിപ്പോ ഓട്ടിപ്പോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിപ്പോണ്ട് ഇവനിപ്പോ അങ്ങോട്ടും കൂടെ കൊണ്ടുപോകും നമ്മള് തിരിച്ച് ബാക്ക് ഫ്രണ്ട് ഒക്കെ ആയിട്ട് ഇവിടെ പോകുന്ന കളിയാ. അവന് കാണാം കാണാടാ നിന്നെ നന്നായിട്ട് കാണാം. ഇവനെയാണ് അവൻ അല്ലാതെ കണ്ണു കണ്ടൂടാ. പിന്നെ കണ്ണു പിടിച്ചേ കണ്ണ് കുത്തി പൊട്ടിക്കുന്നു. ഇതിന് എത്രയാ? ഇത് എത്രയാ? 10 അല്ല 5. ഏതെങ്കിലും ഒന്ന് പറ. 4. അയ്യോ ഇത് എവിടെ പോണേ? അങ്ങോട്ട് തിരി. എങ്ങോട്ട്? അവനെ നമുക്ക് കുറച്ച് അടുത്തോണ്ട് പോയാലോ അതിന്റെ അങ്ങോട്ട് പോ. എങ്ങോട്ട് പോകുന്നു? തുണി ഇരിഞ്ഞു. എന്നെ വെളിയിൽ കൊണ്ട് കളയല്ലേ? എവിടെ അടിക്കുന്നത്? എല്ലാവരും പോയി. ചെന്നൈയിലാ പോയെ. വിട്ടോ, വിട്ടോ. ആ, വിട്ടോ. അങ്ങോട്ട് പോണോ? അടിച്ചോ 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 അടി 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 റൈറ്റ് റൈറ്റ് നിന്റെ റൈറ്റ് കിട്ടിയോ വല്ലത്? അവന്റെ നീ വെളിയിൽ കൊണ്ടുള്ള സത്യം. അപ്പൊ ബാക്കിയുള്ള ഒരു ടീം, അതായത് നിങ്ങൾ ആരാ വരുന്നത്? വാ വാ വാ. എന്നാ പോയ അടി അങ്ങോട്ട് നീ വരുന്നില്ലേ? നടക്കോ നോക്കട്ടെ. അപ്പൊ അടുത്ത സൗവർണ്ണ പിന്നെ പോയിട്ട് അങ്ങോട്ട് എനിക്ക് പോയ നാണം കിടായി. വാ. ആണുങ്ങളാ ചെയ്തത്. ഓ, അങ്ങനെ. കേട്ടിക്കോ ഇപ്പൊ ഇവിടെ കണ്ണ് കെട്ടി കഴിഞ്ഞാൽ കെട്ട് കഴിയുമ്പോഴേ ആളാരെന്ന് അറിയാൻ പറ്റൂല. എന്താ മേക്കപ്പ് പോയില്ലേ പകുതി? ഇവിടെ ഉണ്ടല്ലോ ഓക്കേ, നാരങ്ങ. ഞാൻ അത് ആദ്യമേ പറഞ്ഞു. ഞാനില്ല. ഇതെത്ര? 4 ആ, ഇത് 7 ആ വാ. 2 ആ, ഓക്കെ. കറക്റ്റ് വിട്. കറക്ക് കറക്ക് കറക്ക്. ഇല്ല കുഴപ്പമില്ല, നേരെ പോവാം. മാത്രം കേൾക്കണം കേട്ടോ. നീ പറയണേ, ഞാൻ ഇങ്ങോട്ടേക്ക് പോകും കേട്ടാ. നീ ഇങ്ങോട്ടൊന്നും കേട്ടാ തീർന്ന്. കേട്ടാ തീർന്ന്. റെഡി. ക്യാമറ വെച്ചിട്ടുണ്ടോ നീ? നാവിഗേഷൻ റൈറ്റ് ക്യാമറ അടിച്ചു ക്യാമറ എന്റെ ബാക്കാ. അതും പൊട്ടിയില്ല. കഴിവ് കേട്ടോ. കൊടുത്താൽ പോലും പൊട്ടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ചിരിക്കാൻ പോയടാ. നീ എന്തോടാ കാണിക്കണേ? ലാസ്റ്റ് അടിച്ചു പൊട്ടിച്ചാൽ മതിയല്ലോ. അനീഷ ആർക്കും ബലൂൺ പൊട്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും ബലൂണിൽ ടച്ച് ചെയ്യാൻ പറ്റിയത് നമ്മുടെ നിഹാസിനാണ്. അതെ, നിഹാസിനാണ്. അപ്പൊ നിഹാസിന് ഒരു വലിയ കൈയടി. കയ്യടി മാത്രം മതി. ഞാൻ തന്നെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുകയാണ്. നിക്കോടെ. ഇങ്ങോട്ട് പോണ? എങ്ങോട്ടുമില്ല, ഇങ്ങോട്ട് തന്നെയാ വന്നത്. ഇങ്ങോട്ടാ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത? മിത്തേട്ടനെ കാണാൻ. എന്തിന് എന്നെ കാണണം? അത് മിത്തേട്ടനെ അറിഞ്ഞൂടെ? എന്നിട്ടാണോ സൗവർണിയുടെ ടീമിലെ നിഹാസിനെ കാണുമ്പോൾ നിനക്ക് വല്ലാത്തൊരു ഇളക്കം? ഞാൻ ഒന്ന് കാണണമെന്ന് വിചാരിക്കരുത്. അത് ശരി, വിജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അഭിനന്ദിക്കുന്നതിലും എന്താ തെറ്റ്? അവന് അന്യനൊന്നും അല്ലല്ലോ. നമ്മുടെ പ്രോഗ്രാമായ ഉല്ലാസ പൊൻതാരങ്ങളിലെ ആർട്ടിസ്റ്റ് തന്നെയല്ലേ? അത്രയ്ക്ക് ഇതാണെങ്കിൽ അവന്റെ ടീമിൽ പോയി ചേർന്നാ പറയുന്നത്. എന്തിന് എന്റെ ടീമിൽ ചേർന്നത്? അത് ശരി, വിജയിക്കുന്ന എല്ലാവരുടെയും ടീമിൽ പോയി ചേരാൻ പറ്റുമോ?
അയ്യേ നിങ്ങൾ ഒരേ ടീമുകാരല്ലേ? എപ്പോഴും ഇങ്ങനെ കീരി പാമ്പ് പോലെ ബഹളം വെച്ചോണ്ടിരുന്ന വളരെ മോശം. അയ്യേ ഛെ. അതെന്താന്നറിയോ മാം, തോക്കുമ്പോഴും ദേഷ്യം വരുമ്പോഴും മിത്തോട്ടിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയല്ലേ? നീ എന്റെ തോറ്റമുഖം കണ്ടല്ലോ, നിഹാസിന്റെ തോറ്റമുഖം കണ്ടിട്ടില്ല. അടുത്ത ഗെയിമിൽ അവന്റെ തോറ്റമുഖം ഈ ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു. അതെ, നിന്നങ്ങ് തോറ്റാ പോരെ, വെറുതെ വെല്ലുവിളിച്ചെന്തിനാ തോക്കാൻ നിൽക്കുന്നത്? കഷ്ടം.